യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനിൽ നിന്ന് ക്രൂരമായ മർദ്ദനമാണ് നേരിട്ടിരുന്നത് എന്ന് യുവതി മാതൃഭൂമി ന്യൂസിനോട്. ബെൽറ്റും ഷൂസും ചട്ടുകവും ചാർജർ കേബിളും ഉപയോഗിച്ച് മർദ്ദനം പതിവാണ്. ഹെൽമറ്റ് താഴെ വെച്ചു എന്ന നിസ്സാര കാരണത്തിനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണം. തല്ലിയ ശേഷം ഗോപു ചിത്രങ്ങൾ എടുത്തു വയ്ക്കും. തന്നെ ഉപദ്രവിക്കുന്നത് ഹരമാണ് എന്ന് ഗോപു പറയുമെന്നും യുവതി മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തി. എറണാകുളത്തെ യുവമോർച്ച നേതാവ് ഗോപു പരമശിവന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായ യുവതി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത് ആ സമയത്ത്? 5 വർഷമായിട്ട് ഞാൻ അയാളുടെ ഒപ്പം താമസിക്കുന്നത്. പുറത്ത് ആർക്കും അറിയില്ല. ഞങ്ങൾ ലിവിങ് ടുഗദർ താമസിക്കണേ. എൻ്റെ ബന്ധുക്കൾക്കും ഗോപുവിൻ്റെ ബന്ധുക്കൾക്കും മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കണ അറിയാറുള്ളൂ. ബാക്കി എല്ലാവരോടും ഗോപു സിംഗിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 വർഷമായിട്ട് എന്നെ അവിടെ വിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ചാർജറിൻ്റെ കേബിള്, കയ്യിൽ ബെൽറ്റ്, ചട്ടകം, പിന്നെ എക്സ്റ്റൻഷൻ കേബിള്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളെടുത്ത് ഉപയോഗിച്ച് എനിക്ക് മടുത്തു. ഇന്നലെ എന്നെ മരണഭയം വന്നു. എനിക്ക് എന്നെ ശ്വാസം മുട്ടിച്ച് എന്നെ കൊല്ലാൻ നോക്കി. ഞാൻ ബോധം കെട്ട് വീണു. അങ്ങനെ എന്നെ അവിടെ നിന്ന് നിസ്സാര കാര്യം മതി. ഇന്നലെ ഒരു പ്രശ്നവുമില്ല. അയൺ ബോക്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് മേശപ്പുറത്തുനിന്ന് സാധനങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഹെൽമെറ്റ് എടുത്ത് ഞാൻ താഴെ വെച്ചു. ഹെൽമെറ്റ് താഴെ വെച്ചതിനാണ് ഇന്നലെ എന്നെ ഉപദ്രവിച്ചത്. നിസ്സാര കാര്യം, ഒരു പ്രശ്നവും ഇല്ല. നിസ്സാര കാര്യങ്ങൾക്കാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ക്രൂരമായ രീതിയിലാണ് ഉപദ്രവിക്കുന്നത്. എന്നെ തല്ലി ആവശ്യത്തേക്ക് എൻ്റെ കയ്യിൽ മൊത്തം പാടുണ്ട്. എൻ്റെ ശരീരത്തിൽ മൊത്തം ഉപദ്രവിച്ചതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. എൻ്റെ ശരീരത്തിൽ മൊത്തം പാടാ. എല്ലാ ഉപദ്രവിക്കും. അതിനുശേഷം എന്താണ് ചെയ്തത്? കഴുത്തിന് നെക്കി പിടിച്ച് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി. ഞാൻ ബോധം കെട്ട് വീണു. ഞാൻ മരിച്ചെന്ന് കരുതിയിട്ടാവും അയാൾ അവിടെ എന്നെ ഇട്ടിട്ട് പോയത്. ഞാൻ ബോധം എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും അയാളെ കാണാനില്ല. ഞാൻ വേഗം ഡ്രസ്സ് മാറി എൻ്റെ അനിയത്തിനെ കോൺടാക്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് പോയി ചെയ്തത്. എൻ്റെ മക്കളെ കൊല്ലുമെന്നും പറഞ്ഞിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തി ഇരുന്നയിച്ചത്. ഇപ്പം എൻ്റെ ജീവന് തന്നെ ഭീഷണി ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീട് വിട്ടിറങ്ങിയത്. ഇത്രയധികം ക്രൂരപീഡനം എന്തോ പരാതി കൊടുക്കാൻ എന്തുകൊണ്ടാണ്? എനിക്ക് പേടിയായിരുന്നു. ഇവൻ എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ള, ആരോട് സംസാരിക്കാൻ പറ്റുള്ള, ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ള, എന്നെ ഇവിടെ പേടിപ്പിച്ച് എന്നെ നിർത്തിയേക്കണേണ് ആ വീട്ടിൽ. ഈ ഗോപു എന്ന് പറയുന്ന വ്യക്തി യുവമോർച്ചയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജില്ലാ നേതാവൊക്കെയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനം ഏറിയപ്പോൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും പരാതി കൊടുക്കാൻ തോന്നിയിരുന്നു? പാർട്ടി നേതാക്കൾക്ക് ആർക്കെങ്കിലും പരാതി പറഞ്ഞിരുന്നു? പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ഇവന് ആരെയും പേടിയില്ല. എന്നെ തല്ലിക്കൊന്നിട്ടാലും ഇവൻ എന്നെ ആരും വരുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അവന്. ഇങ്ങനെയൊക്കെ ഒരു ആളോട് പെരുമാറാമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും വീട്ടിൽ വളർത്തണം, മറ്റേ തെരുവ് നായ്ക്കൾക്ക് പോലും ഇങ്ങനത്തെ തല്ല് കിട്ടില്ല എന്ന് അവൻ തന്നെ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അറക്കാൻ കൊണ്ടുവന്ന മാടുണ്ടല്ലോ, മാടിന് പോലും ഇങ്ങനത്തെ അവസ്ഥ വരില്ല, അത്രയ്ക്ക് ദയനീയമാണ് നിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലി കഴിഞ്ഞതിന് ശേഷം അവൻ തന്നെ എൻ്റെ ഫോട്ടോ എടുത്തു വെക്കും, ഈ തല്ലിയതിൻ്റെ പാടുകൾ. എന്നിട്ട് അവൻ പറയും എനിക്കിത് ഹരമാണ്, നിന്നെ ഉപദ്രവിക്കണത് എനിക്ക് ഹരമാണെന്ന് പറയും. ലഹരി അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാറുണ്ടോ? മദ്യം ഉപയോഗിക്കാറുണ്ട്. നിങ്ങളെ പൂട്ടിയിടുമായിരുന്നു? എന്നെ പൂട്ടിയിടുമായിരുന്നു വീട്ടിൽ. ഫോണിൽ എനിക്ക് ഇങ്ങോട്ട് വന്ന കോള് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. വ്യക്തി പുറത്തു പോകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ വീടിൻ്റെ അകത്തിരിക്കും, ഇട്ടിരിക്കും. ഈ പാർട്ടി നേതാക്കൾ ആരെങ്കിലും വീട്ടിൽ വരാറുണ്ടായിരുന്നോ? അങ്ങനെ ഇല്ല, ആർക്കും അറിയില്ല. എല്ലാവരോടും കറക്റ്റായിട്ട് വീട് വൈറ്റിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എവിടെയാണെന്ന് കറക്റ്റായിട്ട് ഇതുവരെ ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ ഇപ്പം എൻ്റെ അച്ഛൻ മരിക്കണ സമയത്ത് എൻ്റെ അനിയത്തിനാണെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്യണമെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് നിന്നിട്ട് അവനിങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ പറയണം. ഞാൻ ചിലപ്പം വടി എന്തെങ്കിലും കയ്യിലുണ്ടാകും. അത് പേടിച്ചിട്ട് അവൻ പറയണതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഉപദ്രവിക്കണേണെന്ന് ഒന്നും നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. കേസായിട്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. മറ്റാരെങ്കിലും ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ? പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവത്തിലാണ്. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് ചൂടാകും. അങ്ങനത്തെ ക്യാരക്ടറാണ്. ആരെയും പേടിയില്ല, എല്ലാവരും എൻ്റെ കയ്യിലുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിൽ SIനെ വിളിക്കണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ എൻ്റെ കയ്യിലാണ് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഇത് പറയാറുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ സ്വാധീനവും ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തുന്നത്? അതെ. ആരോഗ്യകരമായി ഒരുപാട് തളർന്നു. എനിക്ക് വയ്യ, എനിക്ക് പറ്റാതെ. ഒരു സ്ത്രീ ഭൂമിയോളം ക്ഷമിക്കണമെന്നാണ്, പക്ഷെ ഭൂമിയോളം ക്ഷമിച്ച് കഴിഞ്ഞു. അതിൻ്റെ അപ്പുറവും കഴിഞ്ഞു. ഇനി ക്ഷമിക്കാൻ പറ്റില്ല. അത്രമാത്രം ഞാൻ അനുഭവിച്ച ആ വീട്ടിൽ കിടന്നുണ്ട്. ഇടുന്ന ഷൂ വരെ ഊരി എന്നെ തല്ലിയിട്ടുണ്ട്. ഈ ഗോപു പരമശിവന്റെ ഭാഗത്തുനിന്ന് ഏൽക്കേണ്ടി വന്ന ക്രൂര പീഡനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അവർ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. അത്യന്തം സങ്കടകരമാണ് കാര്യങ്ങൾ. എന്തായാലും കനത്ത ശിക്ഷ ഈ ഒരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത ഗോപുവിന് ഉറപ്പാക്കേണ്ടതുമാണ്. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മനുഷ്യൻ എന്ന വിളിപ്പേരിന് പോലും അർഹനല്ലാത്തയാൾ എന്ന് വേണം ഈ ഘട്ടത്തിൽ വിളിക്കാനെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഈ ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടേണ്ടതായിരുന്നു പെൺകുട്ടി. അരുൺ ശങ്കറുണ്ട് വിവരങ്ങളുമായി.
അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടേണ്ടതായിരുന്നു എന്ന് ഞാനിപ്പോൾ ഈ പ്രേക്ഷകരോട് പറയുകയായിരുന്നു. അരുൺ, ഇത് മറ്റാരോടെങ്കിലും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടോ, അതോ മാതൃഭൂമി ന്യൂസിനോട് മാത്രമായി ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു? മാധ്യമങ്ങളോട് ഇക്കാര്യം ആദ്യം പങ്കുവയ്ക്കുകയായിരുന്നു? പരാതി കൊടുക്കുന്ന ഘട്ടം എത്തിയത് ഇപ്പോഴാണോ? ഈ പരാതി കൊടുക്കുകയല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ ഗോപു ഇതിനകത്ത് ബുദ്ധിപരമായിട്ടൊരു കളി കളിക്കുകയായിരുന്നു. അതായത് ഇത് ഇപ്പോൾ ഈ പെൺകുട്ടി തന്നെ നമ്മളോട് പറയുന്നുണ്ട്, പീഡനം സഹിക്കുക വയ്യാതെ തൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി എന്നുള്ളത്. ആ സമയത്തായിരുന്നു ഗോപു ഇവരെ കാണാനില്ല എന്ന് കാട്ടി മരട് പോലീസിൽ പരാതി നൽകുന്നത്. ആ പരാതി അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പോലീസ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞത്. പരാതിയെ തുടർന്ന് പെൺകുട്ടിയെ പോലീസ് അന്വേഷിക്കുകയും അവരുടെ ഫോണിൽ ബന്ധപ്പെടുകയും അവർ ബന്ധുവീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് സ്വാഭാവികമായിട്ടും മിസ്സിംഗ് കേസ് വന്നു കഴിഞ്ഞാൽ, ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനൊരു നടപടിക്രമമുണ്ട്, മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. അങ്ങനെ പെൺകുട്ടിയുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് താൻ കഴിഞ്ഞ 5 വർഷമായിട്ട് നേരിടുന്ന ക്രൂര പീഡനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഈ 5 വർഷവും തന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇയാൾക്ക് ഈ ആൾക്കാരെ അല്ലെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരു വിനോദമായിട്ടാണ് കാണുന്നതെന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ചാർജറിൻ്റെ കേബിൾ കൊണ്ട് അടിക്കുമായിരുന്നു, അതോടൊപ്പം തന്നെ ഷൂസ് കൊണ്ട് അടിക്കുമായിരുന്നു, ചട്ടുകം കൊണ്ട് അടിക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് ഇതൊക്കെ ഒരു ഹരമാണെന്നുള്ളതാണ് അയാൾ പറഞ്ഞിരുന്നതെന്ന് പെൺകുട്ടി തുറന്നു പറയുന്നു. അപ്പോൾ എത്രത്തോളം മാനസിക പ്രശ്നമുള്ള ആളാണ് അയാൾ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇന്നലെ ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ വിഷയം ചോദിച്ചു, എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രൂര പീഡനം നടത്തിയത്? നമുക്കറിയാം, കാരണം ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ പെൺകുട്ടിയുടെ ശരീരത്തിലേറ്റ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ചോരയൊക്കെ കല്ലിച്ച് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. നമുക്കൊന്ന് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഒന്ന് നോക്കാൻ പോലും, ആ മർദ്ദനത്തിൻ്റെ പാടുകൾ നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ മർദ്ദനം. അപ്പോൾ അതിനെ മാനസിക വൈകൃതമുള്ള മനുഷ്യരാണോ പൊതുപ്രവർത്തകരായി നിലകൊള്ളുന്നതെന്നാണ് ഏറ്റവും വലിയ ചോദിക്കാൻ തോന്നുന്നത്. യുവമോർച്ചയുടെ ജില്ലാ നേതാവൊക്കെയാണ്. തീർച്ചയായിട്ടും അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇയാൾക്കെതിരെ നേരത്തെയും പല പരാതികളൊക്കെ ഉയർന്നിരുന്നു. BJP ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു. അത് തിരിച്ച് കൊടുക്കാതെ വന്നപ്പോൾ അത് ചോദിക്കുകയും, എന്നാൽ അത് ചോദിച്ചതിൻ്റെ പേരിൽ അവരുടെ ജോലി നഷ്ടപ്പെടുത്തിയ അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. അത് പാർട്ടിയിൽ പരാതി പറഞ്ഞെങ്കിലും ഗോപുവിനോടൊപ്പമായിരുന്നു പാർട്ടി നേതൃത്വം ഉറച്ചു നിന്നത്. അത്തരത്തിലുള്ള തട്ടിപ്പുകളും ഇയാൾ നടത്തിയിരുന്നു. ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആക്ഷേപം എല്ലാ തരത്തിലും പ്രശ്നക്കാരനായ ഒരാൾ ആണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അരുൺ ശങ്കർ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയൊക്കെ പരാതി പറഞ്ഞിട്ടും പാർട്ടി അനുകൂലിച്ചു എന്നാണ് പറയുന്നത്. അതിന് ഏത് പാർട്ടി ആയാലും അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്രയും മാനസിക വൈകൃതമുള്ള മനുഷ്യനെതിരെ നടപടിയെടുക്കാതിരുന്നതിൽ വലിയ ഖേദം ഉണ്ട്.